എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 48, 49, 50, 51 4 ശ്ലോകങ്ങള് നമുക്ക് ഇന്ന് നോക്കാം. വേദോക്തമായിട്ടുള്ള കർമ്മയോഗം പറഞ്ഞതിന് ശേഷം തന്ത്രത്തില് പറഞ്ഞിട്ടുള്ള കർമ്മയോഗത്തെ വിവരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 48. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലബ്ധാനുഗ്രഹാചാര്യാൽ തേന സന്ദർശിതാഗമ മഹാപുരുഷമഭ്യർച്ചൻ മൂർത്യാഭിമതയാത്മന. തന്ത്രത്തിലെ പറഞ്ഞ വിധി സൂചിപ്പിക്കുകയാണ്. ഏതു വിദ്യക്കും ഒരു ഗുരു വേണം. പൂജാവിധി അഭ്യസിപ്പിക്കാൻ തക്ക യോഗ്യനായ ആചാര്യനിൽ നിന്ന് അനുഗ്രഹം സിദ്ധിക്കണം. അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. ഉപദേശിച്ചതിനെ അനുസരിച്ച് ഇഷ്ടമായിരിക്കുന്ന സ്വരൂപത്തെ പൂജിക്കാം. ഏത് രൂപമാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനെ പൂജിക്കുക. എല്ലാ രൂപവും ഭഗവാന്റെ രൂപം തന്നെയാണ്. എന്നാലും ചിലരുടെ മനസ്സിന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു രൂപം ഉണ്ടാവും. ഭക്തന്മാർക്ക് ഇങ്ങനെ പൂജിക്കാനും നമസ്കരിക്കാനും വിഷയമായിട്ട് വരുവാൻ തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതാണ് എത്രയെത്ര അവതാര രൂപങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അവതാരമൂർത്തികളെ പൂജിക്കാനും സ്മരിക്കാനും കഴിയുന്നതല്ലാതെ ഭഗവാന്റെ യഥാർത്ഥമായ ജ്ഞാനാനന്ദ സ്വരൂപം മനസ്സിന് തന്നെ വിഷയമല്ലാത്തതിനാൽ എങ്ങനെയാ പൂജിക്കുക? സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു അവതാരമൂർത്തിയെ പൂജിക്കണം. അതിനുള്ള വിധികൾ ആചാര്യനിൽ നിന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ വിധി പ്രകാരം പൂജിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ശുചി സമ്മുഖമാസീന പ്രാണസംയമനാദിഭി പിണ്ഡം വിശോധ്യ സന്യാസകൃത രക്ഷോർച്ചയേത് ഹരിം. പൂജാവിധി കുറച്ച് വിവരിച്ചു പറയണം. ശരീരത്തിനും മനസ്സിനും വളരെ സംബന്ധമുള്ളതുകൊണ്ട് രാഗദ്വേഷാദി ദുർവൃത്തികൾ കൂടാതെ മനസ്സിനെയും അശുദ്ധി കൂടാതെ ദേഹത്തെയും സൂക്ഷിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ മനസ്സായിരിക്കണം, പരിശുദ്ധമായ ശരീരവും ആയിരിക്കണം. ദേഹശുദ്ധിക്ക് സ്നാനാദി കർമ്മങ്ങള് ആദ്യമായിട്ട് ആചരിക്കണം. ദേഹശുദ്ധി മനോനൈർമല്യത്തിനും മനഃശുദ്ധി ദേഹസുഖത്തിനും ഹേതുവായിരിക്കും. അങ്ങനെ അന്യോന്യ സംബന്ധികളുടെ ഗുണദോഷം അന്യോന്യം ബാധിക്കുക എന്നത് സാധാരണ നിയമമാണല്ലോ. അതുകൊണ്ട് എപ്പോഴും ഉള്ളും പുറവും ശുദ്ധിയോടെ സൂക്ഷിക്കണം. സ്നാനം കഴിഞ്ഞ ശേഷം പൂജിക്കുന്ന ബിംബത്തിന്റെ മുൻഭാഗത്തില് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. പിന്നെ പ്രണവധ്യാനപൂർവം ഓങ്കാരം ജപിച്ച് പ്രാണായാമം ചെയ്ത് നാഡികളെ ശുദ്ധി വരുത്തണം. ഇട, പിംഗല, സുഷുമ്ന എന്ന പ്രധാന നാഡികളിൽ കൂടി ബ്രഹ്മ തേജസ്സിന്റെ പ്രകാശം ഉപാസകനാൽ അനുഭവമാകണമെങ്കിൽ ആ വക നാഡികൾ വിശേഷിച്ചും മലിനമാവാതെ നിർമ്മലമായിരിക്കണം. അതിനുള്ള മുഖ്യമായ കർമ്മം പ്രാണായാമമാകുന്നു. പ്രാണായാമത്തിനെ കുറിച്ചിട്ട് ഇനി ഒരു സ്ഥലത്ത് അധികം വിസ്തരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇവിടെ അധികം വിവരിക്കണില്ല. ഇങ്ങനെ ദേഹശുദ്ധി വരുത്തിയ ശേഷം അംഗന്യാസകരനാശാദികളായിട്ടുള്ള മന്ത്രപൂർവ പ്രവൃത്തികളാൽ ഭൂതപ്രേത പിശാചാദികളുടെ ബാധ യാതൊന്നും കൂടാതെ ഇരിക്കത്തക്ക വിധത്തില് രക്ഷയെ പ്രാപിക്കണം. താൻ ഭജിക്കുന്ന ദിവ്യമൂർത്തി തന്നെ ഏതു ദിക്കിലും യാതൊരു ബാധയും കൂടാതെ രക്ഷിക്കുന്നു എന്ന ഉറപ്പോടുകൂടിയിരിക്കുകയും അങ്ങനെ രക്ഷിക്കത്തക്ക വിധം ആ ദിവ്യമൂർത്തിയെ തനിക്ക് സ്വാധീനപ്പെടുത്തുന്നതായ ദിവ്യമന്ത്രങ്ങൾ ഗുരു ഉപദേശിച്ചതിനനുസരിച്ച് ന്യാസാദികളോടുകൂടി ജപിക്കുകയും ചെയ്ത ശേഷം ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കണം. ദിവ്യ വിഗ്രഹത്തെ ധ്യാനിക്കുക. അവതാരങ്ങളിൽ നടത്തിയ അത്ഭുത കർമ്മങ്ങൾ സ്തോത്ര രൂപേണ കീർത്തിക്കുക. ഗന്ധപുഷ്പാദികൾ കൊണ്ട് പൂജിക്കുക. ഇതൊക്കെയും പൂജിക്കുന്നതിൽ ചേരുന്നു. അർച്ചാദൗ ഹൃദയേ ചാപി യഥാലബ്ധോപചാരകൈ ദ്രവ്യക്ഷിത്യാത്മലിംഗാനി നിഷ്പാദ്യ പ്രോക്ഷ്യജാസനം. ഇഷ്ടദേവതാരൂപം നിർമ്മിക്കുകയോ സ്ഥാനം കൽപ്പിക്കുകയോ ചെയ്യുന്നതിനും പൂജിക്കാനുള്ള സാധനങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള വിധി വിവരിക്കുകയാണ്.
രാമന്റെയോ കൃഷ്ണന്റെയോ ഒക്കെ രൂപങ്ങള് തന്ത്രത്തിൽ വിവരിച്ച വിധത്തില് ബിംബമുണ്ടാക്കി അതിൽ പൂജിക്കാം. ഹൃദയകമലത്തിൽ ആ രൂപം നിരന്തരം വസിക്കുന്നുണ്ട്. സങ്കല്പശക്തിയാൽ ഉറപ്പായിട്ട് അവിടെ ധ്യാനിച്ചുകൊണ്ട് മാനസികമായ ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കാം, മാനസ പൂജ ചെയ്യാം. ബിംബത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ ദേശത്തിന്റെയും കാലത്തിന്റെയും തന്റെ ധനാദ്യ അവസ്ഥകളുടെയും സ്ഥിതിക്ക് അനുസരിച്ച് സമ്പാദിക്കാൻ കഴിയുന്ന സാധനങ്ങൾ കൊണ്ട് പൂജിക്കണം. പൂജിക്കാൻ ഉപയോഗിക്കുന്ന പുഷ്പം മുതലായ സാധനങ്ങൾ പൂജിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജന്തുക്കളോ മറ്റ് അശുദ്ധ സാധനങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് വളരെ വൃത്തിയിൽ സമ്പാദിച്ചു വെച്ചിരിക്കണം. പൂജിക്കാനുള്ള സ്ഥലം മുൻകൂട്ടി തന്നെ അടിച്ചു മെഴുകി പുണ്യാഹം മുതലായവ കഴിച്ച് പരിശുദ്ധമാക്കി വെക്കണം. ദേഹം സ്നാനാദികൾ കൊണ്ട് ശുദ്ധമാക്കണമെന്ന് മുമ്പ് പറഞ്ഞുല്ലോ. സ്നാനാനന്തരം മന്ത്രം കൊണ്ട് പരിശുദ്ധമാക്കിയ തീർത്ഥങ്ങളാൽ ഈ എല്ലാ സാധനങ്ങളും തന്റെ ദേഹവും പ്രോക്ഷിച്ച് ശുദ്ധി വരുത്തണം. പൂജിക്കാനുള്ള സ്ഥലത്തിൽ കടന്നാൽ അന്ധക്കരണം ആനന്ദിക്കണം. പുഷ്പാദി ദ്രവ്യങ്ങൾ കണ്ടാൽ പരമാനന്ദം ജനിക്കണം. ഗന്ധപുഷ്പാദികൾ എടുത്ത് ഉപയോഗിക്കാൻ തക്ക സൗകര്യത്തില് ശരിപ്പെടുത്തി വെച്ചിരിക്കണം, അടുത്ത് തന്നെ വെക്കണം. ഇതെല്ലാം പാദ്യാദീൻ ഉപകൽപ്യാഥ സന്നിധാപ്യ സമാഹിത ഹൃദാദിഭികൃതന്യാസോ മൂലമന്ത്രേണ ചാർച്ചയേൽ. അർഘ്യം, പാദ്യം എന്നിങ്ങനെ ഉപചരിക്കാനുള്ള ജലാദികൾ പരിശുദ്ധമായ പാത്രത്തിൽ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണം. എല്ലാം സജ്ജമായിരിക്കുന്നുവോ എന്ന് പരിശോധിച്ച് തൃപ്തിപ്പെട്ട ശേഷം ലൗകികമായ യാതൊരു വിഷയത്തെയും ലേശം പോലും സ്മരിക്കാതെ ഏകാഗ്രചിത്തനായിരുന്ന് ആവാഹനാദി മന്ത്രങ്ങൾ കൊണ്ട് ശ്രീഹരിയെ അവിടെ ആ ബിംബത്തിലും തന്റെ ഹൃദയകമലത്തിലും പ്രത്യക്ഷമായി വസിക്കുന്നതായി ധ്യാനിക്കണം. മന്ത്രാധീനം തു ദൈവതം എന്നുള്ള വിധിപ്രകാരം ദിവ്യമന്ത്രങ്ങൾ യഥാവിധി ഉച്ചരിക്കുമ്പോൾ ഈശ്വരൻ അവിടെ സന്നിധാനം ചെയ്യും എന്നത് വേദസിദ്ധാന്തമാകുന്നു. അതില് അല്പം അവിശ്വാസം വെക്കാതെ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിച്ച് ഗുരുവാക്യം ഈശ്വരവാക്യം തന്നെ എന്ന ഉറപ്പോടെ തന്റെ ആരാധനാബിംബത്തിലും തന്നിലും ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു, ഭഗവാൻ ആവേശിച്ചിരിക്കുന്നു എന്ന് ദൃഢമായിട്ട് ഉറയ്ക്കണം. പിന്നെയും മന്ത്രപൂർവം ഹൃദയാദിന്യാസങ്ങൾ ചെയ്ത ശേഷം മൂലമന്ത്രം കൊണ്ട് പൂജിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ ദ്വാദശാക്ഷര മന്ത്രം തന്നെ മൂലമന്ത്രം. ന്യാസാദി മന്ത്രങ്ങളും ഈ മൂലമന്ത്രവും ആചാര്യനിൽ നിന്നു തന്നെ വിധിപൂർവം ഗ്രഹിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് വിസ്മരിക്കാതിരിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.